നമ്മുടെ നാട്ടിലെ മോട്ടോർ വാഹന മേഖലയെ മൊത്തത്തിൽ തകർക്കാൻ പോകുന്ന ഒരു വലിയ ഇന്ധന പരിഷ്കാരം നമുക്കിടയിൽ നടന്നു കഴിഞ്ഞു. അതാണ് E20 പെട്രോൾ. ഭൂട്ടാൻ പോലും വേണ്ടെന്ന് വെച്ച ഈ ഇന്ധനം നമ്മുടെ സർക്കാർ എന്തുകൊണ്ടാണ് നമ്മുടെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? എന്താണ് എത്തനോളിന്റെ രാഷ്ട്രീയം? അതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? വണ്ടി പ്രേമികളും സാധാരണക്കാരുമായ ജനങ്ങളെ ബാധിക്കുന്ന രാജ്യത്തിന്റെ പുതിയ പരീക്ഷണം E20 പെട്രോൾ. എന്താണ് E20 എന്ന് ലളിതമായി പറയുകയാണെങ്കിൽ 80% പെട്രോളും 20% എത്തനോളും വരുന്ന ഒരു ആൽക്കഹോൾ മിശ്രിതമാണിത്. പെട്രോളിൽ എത്തനോൾ കലർത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ എന്ത് വലിയ പ്രശ്നമാണ് ഉണ്ടാകുന്നതെന്ന് ആലോചിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ ഇതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നവരും നമ്മൾ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. E20 യൂസ് ചെയ്യുന്നതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വണ്ടിയുടെ നാശമാണ്. 2023 മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ ഭൂരിഭാഗം വാഹനങ്ങളും ഈ 10 പെട്രോളിന് പോലും അനുയോജ്യമായിട്ടുള്ളവയല്ല. അങ്ങനെയുള്ള വണ്ടികളിലേക്ക് 20% എത്തനോൾ അടിക്കുക എന്ന് പറയുന്നത് എഞ്ചിനിലെ റബ്ബർ ഗാസ്കറ്റുകൾ, പ്ലാസ്റ്റിക് പൈപ്പുകൾ, അലുമിനിയം ഭാഗങ്ങൾ എന്നിവയെ സാവധാനത്തിൽ ദ്രവിച്ചു പോകുന്നതിന് കാരണമാകും. അതുമാത്രമല്ല, ടാങ്ക് തുരുമ്പെടുക്കുന്നതിനൊക്കെ ഇത് കാരണമാകും. ഒപ്പം തന്നെ എത്തനോൾ ബ്ലെൻഡിംഗ് ഉള്ള ഇന്ധനം ഉപയോഗിക്കുമ്പോൾ മൈലേജും വണ്ടിയുടെ പവറും കുറയുന്നതായിട്ട് കാണാം. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് എത്തനോളിനുള്ള എനർജി കുറവാണ്. അതുകൊണ്ട് തന്നെ E20 വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വണ്ടിയുടെ മൈലേജ് 8% വരെയാണെങ്കിലും കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വണ്ടിയുടെ പഴയ പവർ നമുക്ക് കിട്ടുകയില്ല. അതിന്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ പണം കൊടുത്തുകൊണ്ട് കൂടുതൽ ഇന്ധനം അടിക്കേണ്ടി ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പണത്തിന്റെ അളവ് വളരെയധികം കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് നയിക്കും. നമ്മൾ ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ ലോകത്ത് ഒരിടത്ത് തന്നെ നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഇത്രയും നിർബന്ധിതമായിട്ട് ഗ്രീൻ എനർജി പദ്ധതികളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പൊ യൂറോപ്പിലും US-ലും ഒക്കെ ആണെങ്കിലും E5, E10 എന്നീ ഇന്ധനങ്ങളൊക്കെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അതും പുതിയ വണ്ടികളിൽ മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ ബ്രസീലിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഫ്ലെക്സ് ഫ്യൂവൽ കൊണ്ടുവന്നത് കുറേ വർഷങ്ങളുടെ പഠനങ്ങൾക്കൊക്കെ ശേഷമാണ്. പക്ഷെ ഇപ്പോഴത്തെ അവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോഴും സാധാരണ പെട്രോളും അല്ലെങ്കിൽ എത്തനോളും ഇത് കമ്പയർ ചെയ്തുകൊണ്ട് എന്താണ് അവർക്കിടെ വണ്ടിക്ക് ആവശ്യമുള്ളത് എന്ന രീതിയിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്നതാണ്. എന്നാൽ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ 32 കോടിയോളം വരുന്ന സാധാരണക്കാരുടെ പെട്രോൾ വാഹനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ എത്തനോളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർലമെന്റിൽ ഒരു ചർച്ച പോലും നടന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ എത്തനോൾ വണ്ടി ഉപയോഗിക്കുന്നതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ പോലുമില്ല. അത്തരത്തിൽ ഒരു റിസർച്ച് നടത്തിയിട്ടുള്ള രേഖ പോലും നമ്മുടെ സർക്കാർ സാധാരണക്കാർക്ക് അവൈലബിൾ ആക്കിയിട്ടുമില്ല. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ സർക്കാരിന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഇതൊരു പരീക്ഷണം മാത്രമാണ്, ഇതിന്റെ വരുംവരായികൾ അടുത്ത വർഷങ്ങളിലൊക്കെ അറിയൂ എന്ന രീതിയിലാണ് പറഞ്ഞത്. എന്നാൽ ഇത് ജനങ്ങളുടെ ഉള്ളിൽ ഒരു പ്രതിഷേധത്തിന് കാരണമായി. അപ്പോൾ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ട് ഇല്ലെന്നാണ് പൊതുജനത്തോട് പറഞ്ഞ് വാദിക്കുകയാണ് ഇവരൊക്കെ ചെയ്തത്. ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് ജനങ്ങളുടെ ജീവിതവും വണ്ടിയും ഒന്നും അവർക്കൊരു പ്രധാനപ്പെട്ട കാര്യമല്ലെന്നും അതല്ല അവർക്കൊരു പരീക്ഷണ വസ്തുവാണെന്നൊക്കെയാണ്. ഇതിന് പിന്നിലെ രാഷ്ട്രീയവും കോർപ്പറേറ്റ് താല്പര്യങ്ങളും എന്ന് പറയുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ അവരുടെ വണ്ടികൾ കേടാകുന്നതിനെ പറ്റിയൊക്കെ വലിയ തോതിൽ പരാതികൾ പറയുമ്പോഴും വീഡിയോകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇടുമ്പോഴും ഒക്കെ സർക്കാർ ഈ ഒരു കാര്യം കൊണ്ടുവരണം എന്നുള്ള ഒരു കാര്യത്തിൽ വളരെ വലിയൊരു കടുംപിടുത്തം പിടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കണം. ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനം അതിന്റെ ലാഭം നൽകുന്നത് സാധാരണക്കാരനല്ല എന്ന് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. മറിച്ച് ഈ എത്തനോൾ ഉണ്ടാക്കുന്ന വൻകിട പഞ്ചസാര കമ്പനികൾക്കും ഷുഗർ മിൽ ഉടമകൾക്കൊക്കെയാണ് ഇവർ ഈ ലാഭം നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ നിലപാടുകളൊക്കെ കാണുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും കോൺഗ്രസ് അടക്കമുള്ള പല പ്രതിപക്ഷ പാർട്ടികളും ഈ വിഷയത്തെക്കുറിച്ച് വലിയ പ്രതിഷേധമൊന്നും ഉയർത്തതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം മഹാരാഷ്ട്രയിലും കർണാടകയിലും ഒക്കെ ഭരണ പ്രതിപക്ഷ മേഖലയിലുള്ള ആളുകൾ അങ്ങനത്തെ ഒരു വ്യത്യാസം ഇല്ലാതെ തന്നെ പ്രമുഖ രാഷ്ട്രീയ കുടുംബങ്ങളും ഒക്കെ സ്വന്തമായിട്ട് പഞ്ചസാര മില്ലുകൾ ഉള്ളവരാണ്, അല്ലെങ്കിൽ അത് ഓൺ ചെയ്യുന്നവരാണ്. അതുവഴി മില്ലുകളുടെ ലാഭം വളരെയധികം കൂടുതലാണ് അവർ ഉണ്ടാക്കുന്നത്. ആ ലാഭത്തിന്റെ വലിയൊരു പങ്ക് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഫണ്ടുകളായിട്ട് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഒരു പ്രതിപക്ഷ പാർട്ടിയും ശക്തമായിട്ട് പ്രതികരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മനഃപൂർവ്വം എല്ലാവരും മറന്നു കളയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രതിവർഷം ഏകദേശം 10 ലിറ്റർ വെള്ളമെങ്കിലും വേണം എന്നതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ വെള്ളത്തിന്റെ സ്ഥിതി എടുത്ത് നോക്കുകയാണെങ്കിൽ ആർക്ക് മനസ്സിലാവുന്നത് നമ്മുടെ രാജ്യം ഇപ്പൊ കടുത്ത ജലക്ഷാമം അനുഭവിക്കുന്ന ഒരു സമയമാണെന്നതാണ്.
ആ ഒരു ഇടത്ത് തന്നെയാണ് വെള്ളത്തിന്റെ പേരിൽ ഈ ഒരു പുതിയ ധൂർത്ത് വരുന്നതെന്ന് നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. ഇത്തരം പ്രശ്നങ്ങൾ ഉയരുമ്പോൾ റേസിംഗ് കാറുകളിൽ എത്തനോൾ ഉപയോഗിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. ആ കാറുകൾ എത്തനോളിൽ ഓടാൻ വേണ്ടി മാത്രം പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണെന്നും അതിന്റെ എഞ്ചിൻ ഘടകങ്ങൾ എത്തനോളിന് അനുയോജ്യമാണെന്നും അത്തരത്തിലുള്ള കാറുകൾ മത്സരത്തിന് ആവശ്യമുള്ള കുറച്ച് നേരം മാത്രം, കുറച്ച് കിലോമീറ്ററുകൾ മാത്രം ഓടിച്ചാൽ മതി എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് E20 പെട്രോളിന് വേണ്ടി വാദിക്കുന്ന പെട്രോളിയം മന്ത്രി ഹർബീൻ സിംഗ് പുരിയുള്ള നാട്ടിൽ എത്തനോൾ പ്രശ്നത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നവരെ രാജ്യദ്രോഹികളാക്കുന്ന മക്കളായ നിഖിലിനും സാരംഗിനും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന അവരുടെ ബയോഫ്യൂവൽ സംരംഭങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന നിതിൻ ഗഡ്കരിയെ പോലെയുള്ള അച്ഛന്മാരുള്ള നാട്ടിൽ സാധാരണക്കാരായ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. പുതിയ വണ്ടി വാങ്ങുന്നത് തൽക്കാലം ഒഴിവാക്കുക എന്നത് നമുക്ക് നമ്മുടെ പരിഗണനയിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇന്ധന നയത്തിൽ ഒരു വ്യക്തത വരുന്നത് വരെ നിലവിലുള്ള വണ്ടി നമ്മൾ നന്നായി പരിപാലിക്കുക, പുതിയതിലേക്ക് മാക്സിമം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അതുപോലെ തന്നെ വിശ്വസനീയമായ പമ്പുകളിൽ നിന്ന് മാത്രം കഴിവതും പെട്രോൾ അടിക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹൈവേകളിലും ഗ്രാമങ്ങളിലും വിജനമായിട്ടുള്ള പമ്പുകളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അവിടെ പെട്രോളിൽ വെള്ളത്തിന്റെ അംശം കൂടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മാക്സിമം നിങ്ങൾ കഴിയുന്നത് വരെ വാഹനങ്ങൾക്ക് എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കുക എന്നത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ വാഹനത്തിന് കമ്പനി വാറന്റ് നീട്ടി നൽകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എടുക്കണം. വാറന്റി നഷ്ടപ്പെടുന്ന ഒരു മോഡിഫിക്കേഷനും കഴിവതും നിങ്ങൾ വണ്ടിയിൽ ഫിക്സ് ചെയ്യാതിരിക്കണം. അതിന്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ടാങ്ക് മാക്സിമം 25% നിങ്ങൾ നിറച്ച് സൂക്ഷിക്കാൻ ശ്രമിക്കണം. ഫ്യൂവൽ ടാങ്ക് എപ്പോഴും 1/4 ഭാഗമെങ്കിലും ഇങ്ങനെ നിറച്ചിടുന്നത് ഇന്ധനത്തിലെ മാലിന്യങ്ങളും ഈർപ്പവും നേരിട്ട് എഞ്ചിനിലേക്ക് എത്തുന്നത് തടയുന്ന ഒരു കാര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാം. സർക്കാരും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം.